عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായ സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള വലിയൊരു തൗഫീഖ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. മഞ്ചേരിയുടെ ഓരത്തുള്ള ഈ ഒരു പ്രദേശം വ്യത്യസ്ത കൂട്ടായ്മകൾ ഒരുമിച്ച് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ്. മതപരവും ഭൗതികവുമായ വിജ്ഞാന രംഗത്ത് ഏറെ ഉത്ബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശം വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കാനും യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഉൾക്കൊള്ളുവാനും മനസ്സുള്ള, അത്യാവശ്യം കാര്യങ്ങളെ വകതിരിച്ചറിയാൻ ശേഷിയുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിലപ്പെട്ട നമ്മുടെ സമയം മാറ്റിവെച്ച് ഇതുപോലെ നാം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്രോഗ്രാം നിലവിൽ നമ്മുടെ സാഹോദര്യത്തെയും നമ്മുടെ ഐക്യത്തെയും നമ്മൾ പരസ്പരമുള്ള സ്നേഹത്തെയും ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല, മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കുന്ന, വിദ്വേഷമല്ല, പകയല്ല, മറിച്ച് ഗുണകാംക്ഷയും സ്നേഹവും നസീഹത്തുമാണ് ദഅവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഭിന്നതയുണ്ടാക്കലല്ല, മറിച്ച് ഒരേ ആദർശത്തിൻ്റെ, ഒരേ പ്രമാണത്തിൻ്റെ വക്താക്കൾക്കിടയിൽ സാഹോദര്യവും ഐക്യവും കെട്ടിപ്പടുക്കലാണ് ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യം വെക്കുന്നത്. ഒരു വേള
നമ്മുടെ വ്യക്തിപരമായ, സാമൂഹികമായ, കുടുംബപരമായ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഇവിടെ ഉയർന്നു കേൾക്കുമെങ്കിലും അതൊരിക്കലും വിമർശനമല്ല, മറിച്ച് വിചാരത്തിനുള്ള, വിചിന്തനത്തിനുള്ള, സ്വന്തം നഫ്സിനെക്കുറിച്ചുള്ള, സ്വന്തം പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ആലോചനക്കുള്ള പ്രചോദനമായിട്ടാണ് നാം അതിനെ കാണേണ്ടത്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ലോകത്തുടനീളം ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോടും അതിന് പ്രചോദനമായി കൊണ്ട് പറഞ്ഞ കാര്യം ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിരന്തരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ. മനുഷ്യരാണ് നമ്മൾ, ഒരുപാട് തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്നവരാണ്, നിരവധി ബാധ്യതകൾ പൂർത്തീകരിക്കാനുള്ള നെട്ടോട്ടമാണ്, ചുറ്റുപാടിൽ നിന്നും നിരവധി കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം ഗഫലത്തിലേക്ക് പോകുമ്പോൾ, നാം മറവിക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ, നാം തിരക്കിലേക്ക് ലയിച്ചു പോകുമ്പോൾ നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങൾ, താക്കീതുകൾ അനിവാര്യമാണ്. സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ അല്പസമയം കിട്ടിയാൽ പരസ്പരം പറയുമായിരുന്നു, ഇജ്ലിസ് ബിന നുഅ്മിനു ബിസാഅ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കൂ, നമുക്ക് ദീനിനെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കാം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു നാവും രണ്ട് ചെവിയുമാണ് നൽകിയിരിക്കുന്നത്. രണ്ട് കാത് നൽകി, ഒരു നാവ് നൽകിയത് കൂടുതൽ കേൾക്കാനും കുറച്ചു മാത്രം സംസാരിക്കാനും വേണ്ടിയാണ് എന്ന് ആശയങ്ങൾ പങ്കുവച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിരന്തരമായുള്ള ശ്രവണങ്ങൾ, കേൾവികൾ, പഠനങ്ങൾ, നിരീക്ഷണങ്ങൾ അത് നമ്മെ യഥാർത്ഥമായ ഹക്കിൻ്റെ പാതയിലേക്ക് എത്തിക്കുമെന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഘടകമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കേൾക്കാനും മനസ്സിരുത്താനും ശരിക്കും ദീനിൻ്റെ ആശയങ്ങളെ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുവാനും നമ്മൾ ശ്രമിക്കണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം നൽകിയ, ഹിദായത്ത് പ്രാപിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ഒരു വിഭാഗം ആരാണ്? അവർ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് എന്നതാണ്. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വ ഉലൈക ഹും ഉലുൽ അൽബാബ്. അല്ലാഹുവിൻ്റെ കലാം ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലേറ്റവും ഉത്തമമായത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ അവരാകുന്നു ബുദ്ധിജീവികൾ, അവരാകുന്നു ഹിദായത്ത് പ്രാപിക്കുന്നവർ എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള കേൾവി നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഏത് തിരക്കിനിടയിലും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. ആ ഒരു നിർവഹണമാണ്, അത് നടത്തപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നത് ഒരു വലിയൊരു പുണ്യകർമ്മം, ഒരു ഇബാദത്ത് ചെയ്യുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ മഗ്രിബ് നമസ്കരിച്ച് ഇറങ്ങിയതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ മഹനീയമായ ഒരു പ്രവർത്തനം, ദഅ്വാ പ്രവർത്തനം ഇവിടെ നിർവഹിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, വൽ തകും മിൻകും ഉമ്മ, നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടാകട്ടെ. എന്താ അവരുടെ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ് എന്നതാണ്. സമുദായം തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, അധാർമികത കൊടികുത്തി വാഴുമ്പോൾ, പുതിയ തലമുറ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അതുപോലെ തന്നെ തോന്നിവാസങ്ങളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ തേടി അലയുമ്പോൾ അവരുടെ കാര്യത്തിൽ നാം പരിതപിച്ച് കാലം തീർക്കുന്നതിന് പകരം, കണ്ണീരൊഴുക്കി കാലം തീർക്കുന്നതിന് പകരം, ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭീതി ജനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം, സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല മാറ്റത്തിനുള്ള ആയുധമെന്ന് പറയുന്നത്, പ്രവർത്തനമെന്ന് പറയുന്നത്, നമ്മുടെ മുന്നിലെ ഉപാധി എന്ന് പറയുന്നത് ഈ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സമുദായത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച മഹനീയമായ ദൗത്യമാണ് ഈ ദഅ്വാ പ്രവർത്തനം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാഹചര്യം വ്യാപകമായപ്പോൾ അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു.
ആ പ്രവാചകന്മാർ അവിടെ ദഅവത്ത് നടത്തി. മദ്യത്തിനെതിരെ അവർ സംസാരിച്ചു, വ്യഭിചാരത്തിനെതിരെ അവർ സംസാരിച്ചു, സ്വവർഗ സംഭോഗത്തിനെതിരെ അവർ സംസാരിച്ചു. മനുഷ്യന്മാർ പരസ്പരം അകാരണമായി രക്തച്ചൊരിച്ചിൽ ഏർപ്പെടുന്നതിന്, യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന്, മനുഷ്യത്വത്തെ മുറിപ്പെടുത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കെതിരെയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിനെതിരെയും അവർ ശക്തമായ പടവാളുകളായി ഇസ്ലാമിക പ്രബോധന ദൗത്യം കൊണ്ട് അതിനെ തിരുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ആ പ്രവാചകന്മാരുടെ അവസാനത്തെ ശൃംഖലയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ 23 കൊല്ലത്തെ പ്രബോധന കാലഘട്ടം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് റസൂലുള്ള വിശ്വാസികളെ മുഴുവൻ ഏൽപ്പിച്ച ദൗത്യമാണ് ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഈ വിശുദ്ധ ഖുർആൻ എത്തിയവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യം. ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന റസൂലിന്റെ കൽപ്പന. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി ദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങൾ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ, പരിസരങ്ങളിൽ വല്ല അധർമ്മങ്ങളും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളതിനെ കൈകൊണ്ട് തടയണം. അതിന് സാധ്യമല്ലാത്തിടങ്ങളിൽ നിങ്ങൾ നാവ് കൊണ്ട് തടയണം. അതിന് സാധ്യമല്ലാത്തിടങ്ങളിൽ നിങ്ങൾ മനസ്സിൽ അതിനോടൊരു വെറുപ്പെങ്കിലും വെക്കണമെന്നത് ദാലിക അദ്അഫുൽ ഈമാൻ. ആ മനസ്സിലുള്ള ആ ഒരു വെറുപ്പെങ്കിലും ഇല്ലാതെ പോയാൽ അതവൻ്റെ കാര്യം അവൻ നോക്കട്ടെ, ഞാൻ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്, എനിക്കെൻ്റെ കുടുംബവും എൻ്റെ കാര്യവും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവും എൻ്റെ മറ്റു കാര്യങ്ങളും നോക്കിയാൽ പോരെ, ഞാൻ മറ്റുള്ളവൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടേണ്ട ആവശ്യം, അവൻ അതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ, എനിക്കിതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവകാശങ്ങളുടെ, ആവിഷ്കാരങ്ങളുടെ, മറ്റുവിധ കാഴ്ചപ്പാടുകളുടെ ഒക്കെ പേര് പറഞ്ഞ് ദഅവാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഈമാനിൻ്റെ ദുർബലാവസ്ഥ അവിടെ തെളിയുകയാണെന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അതിനെ ഉപമിച്ചതൊരു കപ്പലിനോടാണ്. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കപ്പലാണ്. 2 തട്ടുള്ള കപ്പല് കടലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ താഴെയുള്ള ആളുകൾക്കുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണുള്ളത്. താഴെ നിന്ന് വെള്ളം തീരുമ്പോൾ മുകളിലേക്ക് കയറി വരണം. മുകളിലേക്ക് കയറുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ താഴെയുള്ളവരുടെ കൂട്ടത്തിലെ ഒരുത്തൻ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടുന്നത്? നമ്മൾ വെള്ളത്തിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്, നമുക്കിവിടെ ഒരു കുഴി കുഴിച്ചാൽ പോരെ, യഥേഷ്ടം വെള്ളം ലഭിക്കുമല്ലോ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ കൈ തടയേണ്ടതില്ലേ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. അയാളുടെ കൈ തടഞ്ഞില്ലെങ്കിൽ അയാൾ കുത്തട്ടെ, അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അയാൾക്കതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അയാളുടെ കാര്യം നോക്കിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ കപ്പൽ പൊടുന്നനെ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ സ്വന്തം ജീവിതത്തിലെ നിസ്കാരം പോലെ, മറ്റു ആരാധനകളെപ്പോലെ നമ്മുടെ മനസ്സിൽ പുണ്യം ലഭിക്കാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയുമ്പോൾ മനസ്സിട്ട് തരുന്ന 100 കണക്കിന് കർമ്മങ്ങളുടെ പട്ടികയിൽ ഗൗരവത്തോടുകൂടെ ഇടം പിടിക്കേണ്ട കാര്യമാണ് ദഅവാ പ്രവർത്തനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്താണ് വൽ അസ്ർ. എന്താ സൂറത്തിൽ അല്ലാഹ് പറയുന്നത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ അഖിലവും നാശത്തിലാണ്, നരകത്തിലാണ്. മനുഷ്യകുലം ഒന്നടങ്കം നശിച്ചു പോകുമെന്ന് പറഞ്ഞ ആയത്ത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ മുഴുവൻ നാശത്തിലാണ്. എന്നിട്ട് അല്ലാഹു അതിൽ നിന്ന് 4 വിഭാഗത്തെ പുറത്തേക്കെടുക്കുകയാണ്. ആരാണ് 4 വിഭാഗം? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്തി, സുകൃതങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, പരസ്പരം നന്മ ഉപദേശിക്കുക. വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഹഖ് പരസ്പരം ഉപദേശിക്കുക. അമിലു അൽ അഅമാല സ്വാലിഹാത്ത്, പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കൂ എന്നും തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്നും ആളുകളോട് കൽപ്പിക്കുക. അതാ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ദഅവാ പ്രവർത്തനം എന്ന് പറയുന്നത് പുണ്യകർമ്മമാണ്, അമലു സ്വാലിഹാത്തിൽ പെട്ടതാണ്.
പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു അമലു സ്വാലിഹാത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു പറഞ്ഞത്? ഇല്ലല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രയോഗത്തിൽ ഉൾപ്പെട്ടതാണ്, ആ സൽക്കർമ്മത്തിൽ ഉൾപ്പെട്ടതാണ് ദഅവാ പ്രവർത്തനം. പക്ഷേ അള്ളാഹു വേറെ തന്നെ ദഅവത്തിനെ എടുത്തു പറഞ്ഞു. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്താ അതിൻ്റെ കാര്യം? ദഅവത്ത് പുണ്യകർമ്മങ്ങളിൽ അത്രയും ശ്രേഷ്ഠമായ കാര്യമാണ്. ബനു ഇസ്രായേലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുസ് സബ്തിൽ മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു. അവർ മീൻ പിടിച്ചില്ല. പക്ഷേ അവർ ചെയ്തത്, മീൻ പിടിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവർ മീനിനൊക്കെ തൊളിച്ചിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞു വെക്കണം. പിടിച്ചില്ല, പക്ഷെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, പടച്ചറബിൻ്റെ കോപം ഇറങ്ങാനുള്ള സബബാണിത്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നവരോട് പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അവരവരുടെ പാട്ടിന് പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാണ് മദ്യപിക്കുന്നവർക്കെതിരെ, വ്യഭിചരിക്കുന്നവർക്കെതിരെ, തോന്നിവാസം പറയുന്നവർക്കെതിരെ, ലിബറലിസവും എത്തിസവും അതുപോലെ തന്നെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള തലതിരിഞ്ഞ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ എന്തിനാണ് നിങ്ങൾ പ്രവർത്തനങ്ങളുമായി ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആനിലെ ആയത്തുള്ളതുകൊണ്ടാ. വിശ്വാസികളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിൻ്റെ മുന്നിൽ ഉദ്റ് പറയാൻ വേണ്ടിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ ഉദ്റ് പറയാൻ വേണ്ടിയാണ്. പടച്ചോൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഉദ്റ് പറയണം, ഞങ്ങളിത് കണ്ടിട്ട് റബ്ബെ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ. അത് നമ്മുടെ ബാധ്യതയാണ്. ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് സാധിക്കൂല. വിശ്വാസി എന്ന നിലക്ക് നമ്മെ ഏൽപ്പിച്ച ബാധ്യതയാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാകുന്നു ഉത്തമ സമുദായം. എന്താ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്, ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. അള്ളാൻ്റെ കൽപ്പനയാ നിങ്ങളിത് ചെയ്യണം, റസൂലിൻ്റെ കൽപ്പനയാ നിങ്ങളിത് ചെയ്യണം. വിശ്വാസികളുടെ ഗുണമായിട്ട് ഖുർആൻ പറയാണ്, അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. വിജയത്തിനുള്ള മാർഗമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ വിജയം, അള്ളാഹ് വിജയം കൊടുക്കുന്ന ആളുകൾ ആരാ? അവർ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഈ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നതും, അവിടെ നടക്കുന്ന അധർമ്മങ്ങൾക്കെതിരെ സംസാരിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതും സഹോദരന്മാരെ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നാം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. മഹനീയമായൊരു പുണ്യകർമ്മ. അതുകൊണ്ട് ഒരാളെയും നോവിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്താണോ പറയാനുള്ളത് അത് ഏറ്റവും നല്ല നിലക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാറൂൻ നബിയെയും കൊട്ടാരത്തിലേക്ക്, ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹ് പറയാ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ മുന്നിൽ, ഏറ്റവും അതിക്രമകാരിയായി, ഇന്നഹു തഗ, അവൻ അതിക്രമകാരിയായിരിക്കുന്നു എന്ന് പറഞ്ഞ പിഞ്ചുമക്കൾക്ക് പോലും ജനിക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിച്ച് അവരെ ജീവനോടെ കൊലപ്പെടുത്തിയ, ബനു ഇസ്രായേലിന് നേരെ എല്ലാവിധ അക്രമങ്ങളും അയച്ചുവിട്ട ഫറോവയുടെ മുന്നിലേക്ക് പോകുമ്പോൾ പോലും അത്ര ക്രൂരനായൊരു മനുഷ്യന്റെ മുന്നിലേക്കാണ് പോകുന്നത് എന്ന മനസ്സിങ്ങൾക്ക് വേണ്ട. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ഏറ്റവും സൗമ്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ പറയണം അവരോട്. സൗമ്യമായ വാക്ക് എന്ന് പറഞ്ഞ ശൈലിയിലാണ് സൗമ്യത. പറയുന്ന ആദർശം മയപ്പെടുത്തുക എന്നുള്ളതല്ല. ആദർശം വെട്ടിത്തുറന്ന് പറയാൻ മടിച്ച് അതിനെ പൂഴ്ത്തി വെച്ച് മറ്റൊരു മുഖം കാണിച്ച് ഫ്ലെക്സിബിളായി അതുമാകാം ഇതുമാകാം അതിൽ കുഴപ്പമില്ല, അങ്ങനെയല്ല. ആദർശം നേർക്കുനേരെ പറയുമ്പോൾ തന്നെ
നസീഹത്തോടുകൂടെ പറയുക എന്നുള്ളതാ. അതുകൊണ്ടാ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖൗലൽ ലയ്യിന എന്ന വാക്കിന്റെ അർത്ഥം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അവിടെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ ഒരു രംഗത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ തെളിഞ്ഞതാണ്. മാത്രവുമല്ല, പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ദൗത്യം, അത് നമ്മൾ നിർവഹിക്കുകയാണ്. ചില ആളുകൾ പറയും, നമുക്കതിനുള്ള ഇൽമില്ലല്ലോ, നമ്മൾ പണ്ഡിതന്മാരായിട്ടില്ലല്ലോ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇൽമെന്ന് പറയുന്നത് ദഅവത്തിന് മാത്രമല്ല. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ബാബിന് പേര് കൊടുത്തത് ബാബുൽ ഇൽം ഖബ്ലൽ ഖൗലി വൽ അമൽ. പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനും മുമ്പ് ഇൽമുണ്ടാവുക എന്നതാണ്. നാം ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ, നിസ്കരിക്കുന്നെങ്കിൽ എന്തിനാണ് നിസ്കാരം, എങ്ങനെയാണ് നിസ്കാരം, നിസ്കരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം, നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് എന്താണ്, നിസ്കാരത്തിൻ്റെ മറ്റ് കാര്യം, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ. അറിയാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അപ്പം നിസ്കരിക്കുന്ന ഒരാൾക്ക് നിസ്കരിക്കാത്ത ഒരുത്തനോട് പറയാം, നിസ്കാരത്തിൻ്റെ ഗൗരവം ഇന്നതാണ്, നീ നിസ്കരിക്കണമെന്ന് പറയാം. അപ്പം ദഅവത്തിന് മാത്രമല്ല ഇൽമ്, അമല് ചെയ്യാനും വേണം ഇൽമ്. അതുകൊണ്ട് ഓരോരുത്തർക്കും സാധിക്കുന്ന വിധേന, സാധാരണക്കാർക്ക് സാധിക്കുന്ന വിധേന നമുക്ക് പടച്ച റബ്ബ് നൽകിയ കഴിവുകൾ എന്താണോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദഅവത്തിനിറങ്ങാൻ നമ്മൾ തയ്യാറാകണം. പ്രാപ്തരായ ആരുമില്ല. മനുഷ്യരാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. മനുഷ്യർക്കാണ് അബദ്ധങ്ങൾ സംഭവിക്കുക. പെർഫെക്ഷൻ എന്നത് പടച്ച റബ്ബിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു ന്യൂനതയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ആകാശത്തേക്ക് നിങ്ങൾ കണ്ണു പായിക്കൂ. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ മാറി മാറി വരവിൽ, മഴയിറക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിപ്പിൽ വല്ല ഫോൾട്ടും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? സമ്പൂർണ്ണൻ അള്ളാഹുവാണ്. മനുഷ്യന്മാർക്ക് പോരായ്മ സംഭവിക്കും. ആ പോരായ്മകൾ മനസ്സിലാക്കി, തിരുത്തേണ്ടടുത്ത് തിരുത്തി, അറിയേണ്ടത് അറിഞ്ഞ്, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി, സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുന്നതോടൊപ്പം നന്മ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ചുമതല സഹോദരന്മാരെ നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? അപകടങ്ങൾ നമ്മുടെ തൊട്ട് വീട്ടുമുറ്റത്തെത്തുന്ന സാഹചര്യമുണ്ടാകും. കണ്ടില്ലേ നമ്മളൊരു പിതാവ് കോടതി വരാന്തയിലൂടെ സ്വന്തം മകളുടെ പേരും വിളിച്ച് ഓടിപ്പോകുന്നത്? കണ്ടില്ലേ ലഹരിയിൽ മതിമറന്ന് സ്വന്തം മാതാവിൻ്റെ ഉദരത്തിൽ ചവിട്ടി ആ ഉമ്മ മരണത്തിന് കീഴൊതുങ്ങുന്നത്? ഇത്തരം ദുരന്തങ്ങളില്ലാതിരിക്കാൻ ഈ ദഅവാ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നാം അതിയായി ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടിക്ക്, രണ്ട് പെൺകുട്ടികൾക്ക് തോന്നുക നമ്മൾ ഒരുമിച്ച് ജീവിക്കാം. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവർക്കെതിരെ നിന്നത് സ്വന്തം മാതാപിതാക്കളാണ്. കുട്ടികൾ പറയാണ്, മാതാപിതാക്കൾക്ക് എന്ത് റൈറ്റാ ഉള്ളത്? എൻ്റെ റൈറ്റ് അല്ലേ, എൻ്റെ അവകാശമല്ലേ, എനിക്കതിന് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറയുന്ന സാഹചര്യം, കുഴപ്പങ്ങളുണ്ടാവുന്ന, പ്രശ്നങ്ങളുണ്ടാകുന്ന, കലുഷിതമായ അന്തരീക്ഷങ്ങളാകുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ചും സഹകരിച്ചും സഹവർത്തിത്വത്തിലും ഏർപ്പെടുമ്പോൾ ബോധപൂർവം മനുഷ്യ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നതയും ചിത്രതയും വർഗീയ ചിന്തയും ഉടലെടുപ്പിക്കാൻ വേണ്ടി, വളർത്തിയെടുക്കാൻ വേണ്ടി ആളുകൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളകങ്ങളിലുള്ള തെറ്റുദ്ധാരണകളെ തിരുത്തി കൊടുക്കാൻ ഇനിയൊരു ഇബ്രാഹിം നബി വരാനുണ്ടോ? ഇനിയൊരു മുഹമ്മദ് നബി വരാനുണ്ടോ? ഇല്ല. ആ ദൗത്യം നിർവഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മനുഷ്യന്മാരെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, മനുഷ്യരെ ലിബറലിസത്തിലേക്ക് കൊണ്ടുപോകാൻ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്നും അബദ്ധമാണെന്നും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ദീനിൻ്റെ വഴിയിൽ നിന്ന് ആളുകളെ, പുതുതലമുറയെ നിരീശ്വരത്വത്തിലേക്ക്, അതുപോലെ തന്നെ പലവിധ വേണ്ടാവൃത്തികളിലേക്ക് ബോധപൂർവം കൊണ്ടുപോകാൻ തെളിവുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ പരിമിതമായ വൈജ്ഞാനിക പിൻബലം ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയകളിലൂടെ മാലിന്യങ്ങൾ ഛർദ്ദിക്കുമ്പോൾ അതല്ല ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ ഇനിയൊരു നബി ഇല്ല. തെറ്റുദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ നമ്മളാണുള്ളത്. ഒരു മനുഷ്യനെ കൊന്നാൽ ലോകരെ മുഴുവൻ കൊന്നതിന് തുല്യമെന്ന് പറയുന്ന ഖുർആനിലെ ആയത്ത് മറച്ചു വെച്ചുകൊണ്ട്
ഖുർആൻ ഇതര മതസ്ഥരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് മെഴുകുതിരിവട്ടത്തിൽ ആളുകളുടെ കാതുകളിൽ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ അത് ഇസ്ലാമല്ലെന്ന് പറയാൻ, വിശുദ്ധ ഖുർആൻ അതിന് നേർവിപരീതമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്ന അവസ്ഥയുണ്ടാകും. ഒരുമിച്ച് ജീവിച്ച, ഒരുമിച്ച് പഠിച്ച, ഒരുമിച്ച് കളിച്ച, ഒരുമിച്ച് ഭൗതികമായ കാര്യങ്ങൾ ഷെയർ ചെയ്തെടുത്ത് ജീവിച്ച ഒരു സമൂഹം എന്ന നിലക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ ആളുകൾക്കിടയിൽ ഭിന്നതയുണ്ടാകാൻ കാരണമാകും ജഹല് വ്യാപകമായാൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അവിടുന്ന് പറയുകയാണ്, പിശാച് മനുഷ്യരിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട മദ്ഖൽ, കവാടം, അത് ജഹലാണ്, വിവരമില്ലായ്മയാണ്. അതുകൊണ്ട് വിവരമില്ലായ്മ നമ്മൾ പേറിയാൽ, വിവരമില്ലായ്മ സമൂഹം പേറിയാൽ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആളുകൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന പ്രവർത്തനമാണ് സഹോദരന്മാരെ നമ്മൾ ഇടമുറിയാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. 24 അവേഴ്സും നമ്മുടെ പീസ് റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ വർഗീയതയുമില്ലാതെ, യാതൊരുവിധ സങ്കുചിത ചിന്താഗതിയുമില്ലാതെ, യാതൊരുവിധ അന്ധമായ തഖ്ലീദുമില്ലാതെ എന്താണോ പ്രമാണത്തിലുള്ളത് അത് നേർക്കുനേരെ അതിൻ്റെ വിശദീകരണങ്ങൾ സ്വഹാബത്തും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തിൻ്റെ ഉലമാക്കളും മനസ്സിലാക്കിയതുപോലെ ജനമനസ്സുകളിലേക്ക് രാജ്യാതിർത്തികൾ കടന്ന് എയറിലൂടെ പാറിപ്പറക്കുകയാണ് പീസ് റേഡിയോയുടെ ശബ്ദം. നട്ടപ്പാതിരക്കും തനിച്ച് ജോലി ചെയ്യുന്ന ആളുകളും ആശ്വാസം കണ്ടെത്തുന്നത് ആ ഒരു റേഡിയോയുടെ ശബ്ദമധുരത്തിലാണ്. നിരവധി ദഅ്വാ പ്രവർത്തനങ്ങളുമായി ശാഖ മുതൽക്ക് സംസ്ഥാന തലം വരെ, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വളരെ സജീവമായി മാതൃകാപരമായ രാജ്യം നമുക്കനുവദിച്ച് നൽകിയ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി ഒരാളെയും നോവിക്കാതെ, ഒരു കുഴപ്പങ്ങളും ഉണ്ടാക്കാതെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദഅ്വാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു കൂട്ടായ്മ. അതുകൊണ്ട് സഹോദരന്മാരെ, കാതോർക്കാൻ നമ്മൾ തയ്യാറാവണം. ഹക്കിലേക്ക് നമ്മുടെ കാതിനെ തിരിച്ചു വെക്കാനും അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ അല്പസമയം നമ്മൾ മാറ്റിവെക്കാനും തയ്യാറാകുമ്പോൾ ഇന്നലെ ഇല്ലാത്ത വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും സഹോദരങ്ങളെ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. വിലപിടിപ്പുള്ള ഏതിനെയും നമ്മൾ സംരക്ഷിക്കും. കയ്യിൽ കുറച്ച് കാശ്, വളരെ ചെറിയ ചില്ലറയാണെങ്കിൽ നമ്മൾ സേഫായി നടക്കും. എന്നാൽ കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് നമ്മൾ സൂക്ഷിച്ചാൽ നടക്കുക. ബാഗൊക്കെ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കും, അല്ലേ? അല്പം തൂക്കമുള്ള സ്വർണത്തെ നമ്മൾ അത്യാവശ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ട് നടക്കുക. വിലപിടിപ്പുള്ള ഏതൊന്നിനെയും നാം സംരക്ഷിക്കും. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ദീനാണ്. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തെന്ന് പറയുന്നത് ദീനാണ്. ഇന്നൊരാൾ മരണപ്പെട്ടാൽ അയാളുടെ പേരിലുള്ള സ്ഥലവും അയാളുടെ കാറും അയാളുടെ സ്വത്തും മുഴുവൻ ഇവിടെ ബാക്കിയാണ്. അയാൾക്ക് എത്ര മക്കളുണ്ടോ ആ മക്കളും ഇവിടെ ബാക്കിയാണ്. അതാ റസൂലുള്ള പറഞ്ഞ യത്ബഉൽ മയ്യിത്ത് സലാസ, മയ്യത്തിനെ 3 കാര്യങ്ങൾ അനുഗമിക്കും. ഒന്നവൻ്റെ കുടുംബമാണ്, മറ്റൊന്നവൻ്റെ സമ്പത്താണ്, മറ്റൊന്ന് അവൻ്റെ പ്രവർത്തനങ്ങളാണ്. കുടുംബവും സമ്പത്തും തിരിച്ചു പോരും, ബാക്കിയാകുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പം ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്. ഒരു സംശയവുമില്ല, ദീനാണ്. ആ ദീനാണ് നമ്മുടെ ദുനിയാവിലെ ബർക്കത്തിന് കാരണം. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. എൻ്റെ കാര്യങ്ങളുടെ നെടുന്തൂണായ അവലംബമായ എൻ്റെ ദീനിനെ നീ നന്നാക്കി തരണമേ. കാര്യങ്ങളുടെ അവലംബമാണ് സഹോദരന്മാരെ ദീന് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദീന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എന്തിനാ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 17 തവണ നിർബന്ധപൂർവം? ആയത്ത് മിസ്സാകാൻ പാടില്ല, ക്രമം തെറ്റാൻ പാടില്ല, ഫാത്തിഹ ഓതാതിരിക്കാൻ പാടില്ല. ഫാത്തിഹ ഇല്ലെങ്കിൽ നമസ്കാരമില്ല. റുക്നു മിൻ അർക്കാനിസ് സ്വലാഹ്, നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. മനഃപൂർവമോ അറിവില്ലായ്മ കൊണ്ടോ ബോധപൂർവമോ ഒരിക്കലും അശ്രദ്ധ കൊണ്ടോ ഒരിക്കലും ഒഴിവാകാൻ പാടില്ലാത്തതാണ് റുക്നു മിൻ അർക്കാനിസ് സ്വലാഹ്. അതിൽപ്പെട്ടതാ ഫാത്തിഹ. എന്തിനാ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നേരായ വഴിയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? ദീൻ ഒരിക്കലും മിസ്സാൻ പാടില്ല. അതുകൊണ്ടാണ് ദീനിന് വളരെ വലിയ സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ.
ആ ദീന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവൻ ഈ ലോകത്തേക്ക് വന്നതിൻ്റെ ലക്ഷ്യം അവന് മിസ്സായി. പൈസ ഇവിടെ കുറേ ആൾക്കാരുടെ അടുത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഉണ്ട്. അതല്ല ആർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവനും ഇഷ്ടമില്ലാത്തവനും ആർക്കും കൊടുക്കും. പക്ഷേ ദീൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന വലിയൊരു നിഅമത്താണ്. അതുകൊണ്ടാണ് ദുനിയാവ് പോയപ്പോൾ, ദുനിയാവിൽ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ കരയാത്ത റസൂലുള്ളാഹ് ആഖിറത്തിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞത്. ദുനിയാവിലെ നഷ്ടങ്ങൾക്ക് നേരെ റസൂലുള്ളാഹ് ദുനിയാവെന്താ, താൽക്കാലികമല്ലേ, പരലോകമല്ലേ വലുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സാഹചര്യം ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് കരയാണ്. എന്നാൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഓർത്തോ, റസൂൽ കരഞ്ഞിട്ടില്ല. കാരണം ദീനാണ്, പരലോകത്തെ വിജയമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ. ഈ ദുനിയാവ് മുഴുവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, കഴിക്കാനുള്ള ഭക്ഷണം, ശരീരത്തിന് ആരോഗ്യം, ഇത് മൂന്നുമാണ്. ജീവിക്കാനുള്ള ഭക്ഷണം, ആ ശരീരത്തിന് ആരോഗ്യം, ആ ശരീരം നിൽക്കുന്ന മണ്ണിന് സ്വാതന്ത്ര്യം, ഇത് മൂന്നും കിട്ടിയാൽ ദുനിയാവ് മുഴുവൻ കിട്ടിയവനാ. ദുനിയാവിലെ ലറൂറത്തിന് പുറമെ നമുക്ക് ലഭിച്ച സീനത്തുകളാണ് ഈ ഭൗതികമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം. എന്നാൽ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വിലപിടിപ്പുള്ള ഖീമത്ത് എന്ന് പറയുന്നത് അത് ദീനാണ്. ആ ദീന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെന്ന് പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. റസൂലുള്ളാഹി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ. സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ ദീന് നിലനിൽക്കുക? ഈമാൻ നിലനിൽക്കുക, തഖ്വ നിലനിൽക്കുക, നമ്മുടെ ഉള്ളിലെ ഈ ഒരു പരലോക ചിന്തയും കാര്യങ്ങളും നിലനിൽക്കുക? അത് ദീന് പഠിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഖുർആൻ ദീന് പഠിച്ചവരെ കുറിച്ച് പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നവർ, അവർ അള്ളാഹുവിനെ കുറിച്ച് ദീനിൽ നിന്ന് പഠിച്ചവരാണ്. കർമ്മങ്ങളിൽ ഔത്സുക്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല താല്പര്യത്തോടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. രാവും പകലിലുമൊക്കെ ഇബാദത്തുമായി കഴിച്ചു കൂട്ടുന്ന ചില ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, അവർ രാവിലും പകലിലും അതുപോലെ തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നിസ്കാരത്തിലും ദിക്റിലും ദുആയിലും ഒക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? കർമ്മങ്ങളിൽ ഔത്സുക്യം കാണിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാണ്, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? അപ്പൊ നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ പടച്ച റബ്ബിനെ ഭയക്കുന്ന അവസ്ഥയിൽ നമുക്ക് വളർച്ചയുണ്ടാകണമെങ്കിൽ, നൈരന്തര്യമുണ്ടാകണമെങ്കിൽ നമ്മൾ അറിവ് നേടണം. കർമ്മങ്ങളിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അറിവ് നേടണം. മനുഷ്യന്മാരുമായുള്ള നമ്മുടെ ഇടപെടലുകൾ ഏറ്റവും മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിലും നമുക്കറിവുണ്ടായിരിക്കണം. അതാ സൂറത്ത് ഹശ്ർ അല്ലാഹ് പറഞ്ഞ ഇദാ ഖീല ലഹും തഫസ്സഹു ഫിൽ മജാലിസ് യഫ്സഹു, നിങ്ങൾ സദസ്സിൽ പിന്നെ കുറച്ച് വിശാലപ്പെടുത്തി കൊടുക്കുക, സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ റിജിഡായി കിടക്കുന്ന ഇടുങ്ങിക്കിടക്കുന്ന ഒരു സീറ്റിൽ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിലും ഒന്ന് നിങ്ങൾ നീങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നീങ്ങിക്കൊടുക്കണം. തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും.
നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക, അള്ളാഹ് നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. وَإِذَا قِيلَ انشُزُوا فَانشُزُوا لَا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَالَّذِينَ أُوتُوا الْعِلْمَ دَرَجَاتٍ. അള്ളാഹ് ഒരു അദബ് പഠിപ്പിച്ചതിന് ശേഷം പറയണം. അതായത് സദസ്സ് ഇടുങ്ങിക്കിടക്കുന്നിടത്ത്, സദസ്സ് ഇങ്ങനെ ഫില്ലായി നിൽക്കുന്നിടത്ത് ഒരാളും കൂടെ കയറി വന്നാൽ നിങ്ങൾ സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്ഥലം കൊടുക്കണം. ഇങ്ങനെ വിടർത്തിയൊക്കെയല്ല, സ്ഥലം കൊടുക്കണം. ആളുകളോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ്, അള്ളാഹു വിശ്വാസികൾക്കും അതുപോലെ തന്നെ അറിവുള്ളവർക്കും ദറജ ഉയർത്തിക്കൊടുക്കും. അപ്പോൾ ഒരു അദബ് പാലിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷവും അള്ളാഹു പറയാണ് അവർ അറിവ് നേടുന്നവർക്ക് അള്ളാഹു ഉയർച്ച കൊടുക്കും. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും അദബിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിടത്തൊക്കെ യഥാർത്ഥത്തിൽ ഇൽമിനെ ചേർത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും അത് നിരന്തരമായി ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് മാറ്റമുണ്ടാകുന്നത്. ദീനിൽ നമുക്ക് നൈരന്തര്യവും ഇസ്തിഖാമത്തും തുടർച്ചയും ഉണ്ടാകുന്നത്. ആ ഒരു ദൗത്യമാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ സമ്മേളനങ്ങളിലൂടെയും പരിപാടികളിലൂടെയും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കും അല്ലാഹു ഖൈറൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.